ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പ് നമ്മളെ മാർക്കറ്റ് തന്നിട്ടില്ല. നിഫ്റ്റിയുടെ സ്പോട്ട് ഓൾമോസ്റ്റ് 24,011 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് തന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൃത്യമായ നിഫ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വിത്ത് ചെറിയൊരു സ്പൈക്ക് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു 233 പോയിന്റ് ആകെപ്പാടുള്ള കയറ്റം മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. പക്ഷേ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ആക്കി. 23,932 ഭാഗത്തേക്കാണ് ആ പി ഒ സി. ഇപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവരാം. 23,932 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ 24,000 24,000 ബിഗ് റൗണ്ട് നമ്പറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും? നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു പി ഒ സി, ഏത് ദിവസത്തെ പി ഒ സി? 26 മെയ്യുടെ പി ഒ സി ആയ 24,044 ഭാഗത്തേക്ക് എത്രയാണ്? 24,044 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവന് അടുത്തത് എൻ്റെ ഒരു ബിഗ് വേറെ ഒരു സെല്ലിംഗ് വന്ന ഏരിയ 24,100 ഭാഗത്തേക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ അല്ലോ, ഏത് ദിവസത്തെ വാല്യൂ ഏരിയ അല്ലോ, 8 മെയ്യുടെ വാല്യൂ ഏരിയയിലായ 24,160 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ 24,160 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പർ സൈഡ് പറയാനുള്ളത്. ഇനി ലോവർ സൈഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്പൈക്ക് ലോ ആണ്. അപ്പൊ 23,800 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ്, അതായത് 23,800 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 23,740 ഭാഗത്തേക്ക് എത്രയാണ്? 23,740 23,740 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 23,690 ഭാഗത്ത് എത്രയാണ്? 23,690 23,690 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി 23,640 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ്. ചുരുക്കി പറഞ്ഞൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ OR ഓപ്പണിംഗ് ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേ കണ്ട പോലത്തെ ഒരു ഷോർട്ട് കവറും റാലിയൊന്നും മാർക്കറ്റിൽ വന്നില്ല. പകരം പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന ഒരു ദിവസമായിരുന്നു നിഫ്റ്റിയിൽ ഇന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ R1 R2 R3 മുകളിലേക്കാണ് ആശാൻ ഓപ്പൺ ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയും പറയത്തക്ക ഒന്നുമില്ല. ഒരു ബി ഷേപ്പ് ഇടുന്ന ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. പി ഒ സി വന്നിരിക്കുന്നത് 53,769 57,369 ഭാഗത്തേക്ക് 57,369 ഭാഗത്തേക്കാണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ബൈങ് എടുക്കുന്നുണ്ടെങ്കിൽ 57,500 മുകളിൽ 57,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? ഇന്നത്തെ ഡിയുടെ ഹൈ ആയ ഈ ഓപ്പൺ ഹാഫ് കാവ് 57,681 ഇന്ന് ഒന്നത്തെ ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ ഭാഗത്തേക്ക് ഒരു 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 മുന്നോട്ട് എത്താത്ത 57,681 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ഹൈ ആയ 57,805 എത്രയാണ്? R2 എന്ന് പറഞ്ഞത് 57,805 57,805 ഭാഗത്തേക്ക് പോവാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ബിഗ് റൗണ്ട് നമ്പർ ആയ 58,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ OR ആയിരുന്നു ബാങ്ക് നിഫ്റ്റി തന്നതുപോലെ തന്നെ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും വന്നേക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 57,000 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച്, അത്രയാണ് 57,000 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എങ്ങോട്ട് വരാം? 56 ഇന്നലത്തെ ക്ലോസിംഗ് ആയ 56,800 ഭാഗത്തേക്ക്, ഇന്നലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി 56,800 ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് 56,690 എത്രയാണ്? 56,690 ആ ഭാഗത്തെ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഭാഗം ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ 56,500 എത്രയാണ്? 56,500 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ OR ഓപ്പണിംഗ് ആയിരുന്നു. നിഫ്റ്റിയെ പുറത്ത് തന്നെ ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പ് പ്രോഫിറ്റ് പ്രത്യേകം വന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ICICI ബാങ്ക് മൈനസ് ആയിരുന്നു, HDFC ബാങ്ക് കയറിയിട്ട് ഇറങ്ങി, SBI കയറിയിട്ട് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഫ്ലാറ്റ് എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളും ചിലത് മൈനസിനും ചിലത് ഫ്ലാറ്റ് ആയിട്ടൊക്കെയാണ് മാർക്കറ്റ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ്
മിഡ് ക്യാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ ഡേ ആണ്. രണ്ട് സൈഡ് ഈ ഫെയിലിയർ വന്നൊരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 14,476 ഭാഗത്തേക്കാണ് പി ഒ സി. 14,476 ഭാഗത്തേക്കാണ് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ 14,550 മുകളിൽ, എത്രയാണ്, 14,550, ആ ഒരു 14,550 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,600 ഭാഗത്ത്, എത്രയാണ്, 14,600 ഭാഗത്തേക്ക് വരും. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ 14,600 വന്നാൽ അതിന് മുകളിൽ 652, ഈ ഒരു പി ഒ സി, ഏത് ദിവസത്തെ പി ഒ സി ആണ്, നമ്മുടെ 22 മെയ്യുടെ പി ഒ സി 14,652, 14,652 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 14,700 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും അപ്വേർഡ് റെഫറൻസ് ലെവലായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ 14,364, ഈ ഒരു പി ഒ സി പഴയ ഒരു പി ഒ സി ആണ്, 14,364 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എങ്ങോട്ട് വരാം, ഈ ഒരു ഏരിയ കൃത്യമായി പറയുകയാണെങ്കിൽ 14,305 ഭാഗത്തേക്ക്, അതായത് 14,305, 14,305, 14,305 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു 14,260, എത്രയാണ്, 14,260 നമ്മളെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള 14,260 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 14,200, എത്രയാണ്, 14,200 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഒരു ഗ്യാപ്പ്. അപ്പം മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു. ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് വന്ന് ഇന്നത്തെ ലോയോ ഹൈയോ മിഡ് ക്യാപ്പ് പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു അപ്വേർഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ മാർക്കറ്റ് പ്രൊഫൈൽ വരാൻ നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഒ എ ഓൾ ആയിരുന്നു, ന്യൂട്രൽ ഡേ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് രണ്ട് സൈഡിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഐ വിക്ക് തന്നെ ക്ലോസ് ചെയ്ത് ന്യൂട്രൽ ഡേ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒ എ ഓവർ ഓപ്പണിംഗ് ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്, പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടായിരുന്നു, പല ബാങ്കിങ് സ്റ്റോക്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയും ഒരു ഒ എ ഓവർ ഓപ്പണിംഗ് ആണ്, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ലോവർ ലെവലിലെ സ്ട്രക്ചർ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, അത് പൊട്ടയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞതാണ് ഒരു ഓവറോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. നാളെ എക്സ്പയറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ 24,000 പുട്ടിന്റെ ഹെവി റൈറ്റിംഗും കോൾ റേറ്റ് 24,000 ഭാഗത്ത് ഹെവി ആയിട്ടുള്ള പോർഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. 24,000 ഒരു ബിഗ് റൗണ്ട് നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. എന്നാണ് എനിക്ക് ഓവറോൾ സ്ട്രക്ചറിൽ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വരാൻ പോകുന്ന ജൂൺ ബാച്ചിനെ കുറിച്ചുള്ള കാര്യം ഞാൻ നമ്മുടെ യൂട്യൂബിലെ ഏതിലാണ് ഈ പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് ജോയിൻ ചെയ്യണം, പുതിയ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് അറിയണമെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.